എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്നാണ്. ഇത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടുന്നത്. e-district-kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടുന്നത്. വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി 1 വർഷമാണ്. വരുമാന സർട്ടിഫിക്കറ്റിന് അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റിന് എങ്ങനെ ഓൺലൈനായി അപേക്ഷിക്കാം എന്നതിൻ്റെ വീഡിയോ ഇതിനോടകം ചാനലിൽ ലഭ്യമാണ്. മൊബൈൽ ഉപയോഗിച്ചും കമ്പ്യൂട്ടർ ഉപയോഗിച്ചും ഒക്കെ എങ്ങനെ അപേക്ഷിക്കാം എന്നതിൻ്റെ വീഡിയോ ചാനലുണ്ട്. ലിങ്ക് മുകളിലായി ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ കണ്ട് അപേക്ഷിക്കാൻ ശ്രമിക്കാം. അതല്ലെങ്കിൽ അക്ഷയ കേന്ദ്രം, ജനസേവന കേന്ദ്രം, മറ്റ് ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ തുടങ്ങിയവയിലൂടെയൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കുവാനും സാധിക്കും. ഇതിനാദ്യമായിട്ട് വേണ്ടുന്നത് ആധാർ കാർഡാണ്. ആധാർ കാർഡ് ഇല്ലാത്തവർക്ക് മറ്റ് തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിക്കാം. വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് തുടങ്ങിയവയൊക്കെ ഉപയോഗിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട രേഖ വസ്തു നികുതി രസീത് അല്ലെങ്കിൽ ലാൻഡ് ടാക്സ് റെസിപ്റ്റാണ്. ഇത് അതാത് വർഷത്തെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ലാൻഡ് ടാക്സ് എങ്ങനെ അടയ്ക്കാമെന്നതിൻ്റെ വീഡിയോയും ചാനലിൽ ലഭ്യമാണ്. ഭൂമിയിൽ നിന്നുള്ള വരുമാനത്തിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഒരാളുടെ വരുമാനം നിശ്ചയിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ആവശ്യമായിട്ട് വരുന്നത്. ഇനി റെൻറ്റിനൊക്കെ താമസിക്കുന്ന സ്വന്തമായിട്ട് ഭൂമി ഇല്ലാത്തവരെ സംബന്ധിച്ച് ലാൻഡ് ടാക്സ് റെസിപ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട രേഖയാണ് റേഷൻ കാർഡ്. ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും പേരും വരുമാന വിവരങ്ങളും ആ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇതൊരു പ്രധാനപ്പെട്ട രേഖയായിട്ട് കണക്കാക്കുന്നത്. അപേക്ഷകൻ സർക്കാർ ജീവനക്കാരനാണെങ്കിൽ ആ മാസത്തെ പുതിയ സാലറി സ്ലിപ്പ് ആവശ്യമായിട്ട് വരും. പ്രത്യേകിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയാണ് വരുമാന സർട്ടിഫിക്കറ്റ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ, രക്ഷകർത്താക്കളിൽ ആരെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരുമാണെങ്കിൽ ഈ സാലറി സ്ലിപ്പ് നിർബന്ധമാണ്. അതുപോലെ തന്നെ സർക്കാർ പെൻഷൻ ഗുണഭോക്താവാണെങ്കിൽ ആ പെൻഷൻ്റെ വിവരങ്ങൾ നൽകേണ്ടി വരും. സർവീസ് പെൻഷൻ വാങ്ങിക്കുന്നവർക്കാണ്, ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയറായി പെൻഷൻ വാങ്ങിക്കുന്നവർക്കാണ് ഈ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, പ്രത്യേകിച്ച് വാർദ്ധക്യകാല പെൻഷൻ, കർഷക പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവരാണെങ്കിൽ അവർക്ക് ഈ ഒരു പെൻഷൻ ഡീറ്റെയിൽസ് കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അടുത്തത് വരുമാനം സംബന്ധിച്ച സത്യവാങ്മൂലം അല്ലെങ്കിൽ അഫിഡവിറ്റാണ്. ഇത് വളരെ സംശയമുണ്ടാക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ്. ഒന്നാമത്തെ കാര്യം, ഇതെല്ലാവർക്കും കോമൺ ആയിട്ട് ആവശ്യമില്ലാത്ത ഒരു ഡോക്യുമെൻ്റ് ആണെന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. വരുമാനം സംബന്ധിച്ചോ ഭൂമി സംബന്ധമായിട്ടോ ഒക്കെ അവ്യക്തതയുള്ള സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ച് ഗൾഫ് എംപ്ലോയിഡ് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലാണ് ഈ സത്യവാങ്മൂലം അല്ലെങ്കിൽ അഫിഡവിറ്റ് നൽകേണ്ടതായിട്ട് വരുന്നത്. സാധാരണ അപേക്ഷകനെ സംബന്ധിച്ച് ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. അഫിഡവിറ്റ് അല്ലെങ്കിൽ സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടുന്നവർക്ക് അതാത് വില്ലേജ് ഓഫീസുകളിൽ അതിൻ്റെ ഫോർമാറ്റ് മാതൃക ലഭിക്കും. അത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഓൺലൈൻ സേവന കേന്ദ്രങ്ങളിലും ഇതിൻ്റെ മാതൃക ലഭിക്കുന്നതാണ്. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് വൈറ്റ് പേപ്പറിൽ എഴുതി തയ്യാറാക്കിയും ഈ സത്യവാങ്മൂലം സമർപ്പിക്കാവുന്നതാണ്. സത്യവാങ്മൂലം എങ്ങനെ തയ്യാറാക്കാമെന്ന് ഇൻകം സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുന്ന വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.